നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ ആര് പുറത്താകും എന്നുള്ളതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ആര് പുറത്താകും എന്നുള്ളത്. അതായത് ഇവിടെ ഗബ്രി പുറത്താകുമോ അതോ നോറ പുറത്താകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഗബ്രിയുടെയും നോറയുടെയും കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പോളുകളിൽ ഏറ്റവും കുറവ് വോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗബ്രിയും ഈ പറഞ്ഞതുപോലെ മുടിയനുമാണ്. മുടിയന് യൂട്യൂബ് പോളുകളിൽ വോട്ട് കുറവാണ്, ഗബ്രിക്കാണ് ഏറ്റവും കുറഞ്ഞ വോട്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഗബ്രിയോ മുടിയനോ പുറത്താകും എന്നുള്ളതാണ്. പക്ഷേ അൺഒഫീഷ്യൽ പോളുകൾ നോക്കിക്കഴിഞ്ഞാൽ മുടിയന് നല്ല രീതിയിലുള്ള വോട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നോറയ്ക്ക് ഏറ്റവും കുറവ് വോട്ട് അൺഒഫീഷ്യൽ പോളുകളിൽ നോറയ്ക്കും ഗബ്രിക്കുമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് പുറത്താകും എന്നുള്ളതാണ്. നമുക്ക് ഒരുവിധം വിശ്വസിക്കാൻ പറ്റുന്നത് നമുക്ക് യൂട്യൂബ് പോളുകളാണ്. അതായത് പിന്നെ അൺഒഫീഷ്യൽ പോളുകൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ആർക്ക് വേണോ വോട്ട് എത്ര വേണോ ഇട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഗബ്രിയെ പുറത്താക്കുമോ എന്നുള്ളതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ പറയാം. ഇപ്പം അഭിഷേക് പുറത്താകുമെന്ന് അഭിഷേക് പുറത്താകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അഭിഷേക് പുറത്താവും എന്നുള്ള കേസ് ഞാൻ ഇതുവരെയായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. പുറത്താവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് വോട്ടിങ്ങിൽ എന്തൊക്കെ ഉടായ്പകൾ ഇതിനകത്ത് കാണിച്ചാലും വോട്ടിങ്ങിൽ ഒരു ഉടായ്പും ഇതുവരെ കാണിച്ചിട്ടുമില്ല, ഇനി കാണിക്കത്തുമില്ല എന്നുള്ള കേസ് മാത്രം നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചേക്കാം. ഒരു ഉടായ്പും കാണിച്ചിട്ടുമില്ല, ഇനി കാണിക്കത്തുമില്ല. അതിപ്പം ഈ പറഞ്ഞ അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവർ അത് സമ്മതിച്ച കേസാണ്. വോട്ടിങ്ങിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. ഇനി ഗബ്രിയെ പുറത്താക്കുക എന്നുള്ളത്, ഈ ഗബ്രി എന്നാണ് അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അതായത് ഗബ്രി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് കോണ്ടന്റുകൾ കിട്ടും എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഗബ്രിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ളത് എങ്കിൽ അവർ പുറത്താക്കുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് പുറത്താക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ആര് പുറത്താക്കി, ഇപ്പം അഭിഷേകാണ് പുറത്തായതെന്ന് വെച്ചോ അല്ലെങ്കിൽ ഗബ്രിയാണ്, ആര് പുറത്തായത് അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്താക്കത്തുള്ളൂ. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാണ് ഗബ്രിയെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട്. ഇപ്പം ഈ വട്ടം നോ എവിക്ഷൻ ആണെന്ന് കരുതിക്കും. ഈ വട്ടം നോ എവിക്ഷൻ ആണെങ്കിൽ ഞാൻ എഴുതിത്തരാം ഗബ്രിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് എന്നുള്ളത്. മനസ്സിലാവും. ഗബ്രിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി ഇപ്പോൾ ഇത്രയും വിവാദവും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗബ്രിയെ അവർക്ക് പുറത്താക്കും. അപ്പോൾ ഈ പ്രേക്ഷകരെല്ലാം ഇപ്പം കുറച്ച് നിരാശയിലാണ്, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തിലല്ലേ, കുറച്ച് എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിനെ അത്രയ്ക്ക് അങ്ങോട്ട് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ലെവലിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഗബ്രിയെ പുറത്താക്കിക്കൊണ്ട് അവർക്കൊരു ഗെയിം ചേഞ്ച് നടത്താം എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ അവരെ നോ എവിക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഗബ്രിയെ വീണ്ടും സേവ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ മുടിയന് നമ്മൾ ഈ പറഞ്ഞാൽ അൺഒഫീഷ്യലിൽ ഒരുപാട് വോട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന യൂട്യൂബ് പോളുകളിൽ വളരെ വോട്ട് കുറവാണ്. മനസ്സിലായോ? വളരെ വോട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മുടിയൻ പുറത്തായാലും നമുക്കതിനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ നോക്കാം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ നോ എവിക്ഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗബ്രി ആയിരിക്കാം പുറത്താകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ശരി.